ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പല ആളുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനൊരു ഇൻവെസ്റ്ററെ എടുക്കാൻ പോവുകയാണ്, പുറത്തുനിന്നൊരു ഇൻവെസ്റ്ററെ എടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പലതരത്തിലായിരിക്കും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഇൻവെസ്റ്ററെ എടുക്കുന്നത്. ചിലപ്പോൾ ഒരു പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിലായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളൊരു ഇക്വിറ്റി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. എന്തായാലും പൈസ എടുക്കുന്നുണ്ട്. പൈസ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ വരുന്ന ഇൻവെസ്റ്റർക്ക് നമ്മളുടെ ബിസിനസ് ഗോൾസുമായിട്ട് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റമായിട്ടും നമ്മളുടെ ബിസിനസ് ഗോൾസുമായിട്ടും അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതിന് അലൈൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. കാരണം ചില ആളുകൾക്ക് വളരെ അഗ്രസീവായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളുടെ സ്റ്റൈൽ ചിലപ്പോൾ വളരെ ഓർഗാനിക്കായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്റ്റൈലായിരിക്കാം. അതുപോലെ നമ്മളുടെ ഒരു ടീം മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ടീം മെമ്പേഴ്സിനൊക്കെ വളരെ വലിയ ഫ്രീഡം കൊടുക്കുന്ന ഒരാളായിരിക്കാം. അതേസമയം ഇൻവെസ്റ്റർ ടീം മെമ്പേഴ്സിനെയൊക്കെ വളരെ കർശനമായി നിർത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം. ഇവിടെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഗോൾസ് ഡിഫറൻ്റ് ആണെങ്കിൽ, നമ്മളുടെ തോട്ട് പ്രോസസ്സ്, നമ്മളുടെ വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവോൾവ് ചെയ്യാത്ത ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ ഒത്തൊരുമ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ചില ആളുകൾ വളരെ സൈലൻ്റ് ആയിരിക്കും, എവിടെയെങ്കിലും മാത്രം ഇരിക്കുന്ന ഒരാളൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഒത്തൊരുമയില്ലെങ്കിൽ സ്ഥിരമായി ഫ്രിക്ഷനുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ഫൈനാൻഷ്യൽ ടേംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ്. പല എക്സ്പെക്റ്റേഷനിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വലിയ ആവേശത്തിൽ വലിയ റിട്ടേൺസൊക്കെ ചിലപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൃത്യമാണ്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാത്രമല്ല കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുകയും ആ ഡോക്യുമെൻറ്റേഷൻ കൈമാറുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും ഡോക്യുമെൻറ്റേഷനുകളും വേണം. ഫൈനാൻഷ്യൽ ടേംസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് എത്രമാത്രം ഡീറ്റെയിൽഡ് ആകാമോ അത്രമാത്രം ഡീറ്റെയിൽഡ് ആക്കുക. എപ്പോഴാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റുക, എത്രയാണ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എത്രയാണ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലോ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് എന്നുള്ള രീതിയിലോ കൊടുക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് പറയണം. എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പ്രശ്നമാണ്. മാത്രമല്ല ഇത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുക കൂടി വേണം. കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. അതെന്നാണ് കൊടുക്കുക, എല്ലാ മാസവും കൊടുക്കുകയോ ആ മാസത്തിൽ തന്നെ ഏത് തീയതിയാണ് കൊടുക്കുക, എത്ര ക്ലാരിറ്റി ഉണ്ടോ അത്രയും നല്ലത്. മൂന്നാമത്തെ കാര്യം പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ്. പുള്ളി എത്രമാത്രമാണ് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അതേസമയം ഇതിനകത്ത് കമ്പനിക്കകത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാളാണോ, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ഏതൊക്കെ റോളിലായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ്, എന്തൊക്കെ പവേഴ്സാണ്, ഇതിൽ കൃത്യമായ ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ സ്ഥിരമായി നമ്മളുടെ എല്ലാ മേഖലകളിൽ അദ്ദേഹം കടന്ന് ഇടപെടുകയും എല്ലാവരോടും ചിലപ്പോൾ ആജ്ഞാപിക്കുകയും ഒക്കെ ചെയ്യും. വലിയ പ്രശ്നമാവും. ഓൾറെഡി സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല പ്രോസസ്സുകളും വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പവേഴ്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. സൈലൻ്റ് ആണെങ്കിൽ പോലും അയാളുടെ റോൾ കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ, അതും ചെയ്യുക. ഒപ്പം തന്നെ അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എന്തായിരുന്നു എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിയും പവറൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ. അല്ലാതെ ഇൻവെസ്റ്റർ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത പവറുകൾ കൊടുക്കരുത്. അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചടിയാവും. അടുത്തത് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ടാവാം, പല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉള്ള ആളുകളുണ്ടാവാം. പോസിറ്റീവായിട്ടുള്ള ആളുകളും പോസിറ്റീവായിട്ട് ഉള്ള ഒരു നെറ്റ്വർക്കുള്ള ആളുകളുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ നെറ്റ്വർക്കിൽ നിന്ന്, അവരുടെ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാക്ക് ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് അവർ ഇവിടം വരെ എത്തിയത്, അല്ലെങ്കിൽ എന്ത് പൈസയാണ് അവർ എങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആൻഡ് ഫൈനലി, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി ക്ലാരിറ്റി ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ഒരു കമ്പനിയൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മീറ്റിങ്ങുകൾക്ക് ഒരു സ്കെഡ്യൂളൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലുപരിയായിട്ട് ആഴ്ചയിലാണോ അല്ലെങ്കിൽ ദിവസത്തിൽ മീറ്റിങ്ങുകളുണ്ടോ, മാസത്തിൽ എത്ര മീറ്റിംഗ് ഉണ്ട്, ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. ആ മീറ്റിങ്ങിൽ അജണ്ട എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോടുകൂടി, കൃത്യമായിട്ടുള്ള ഗോൾസ് വെച്ചുകൊണ്ട്, കൃത്യമായി ക്ലാരിറ്റി, റോൾസിലൊക്കെ ക്ലാരിറ്റി വെച്ചുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ആ റിലേഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു വിൻ വിൻ റിലേഷനായിരിക്കും. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്ററെ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദനയായി മാറിയേക്കാം. ഓൾ ദി ബെസ്റ്റ്.